ഒരു കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ജോസഫ് ആകട്ടെ, മാണി ആയിക്കോട്ടെ, ജേക്കബ് ആകട്ടെ, പിള്ള ആകട്ടെ, ഇനിയും അതും അല്ല എങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ്, ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് ആകട്ടെ, ചരിത്രത്തിൽ നാളിതുവരെയുള്ള ഒരു 10-ലധികം കേരള കോൺഗ്രസുകൾ പല സമയങ്ങളിലായി ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ വിശാലമായ ഒരു പദ്ധതിയിലല്ല പോകുന്നത്, മറിച്ച് അതത് സമയത്തെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ചും അതത് സമയത്തെ പ്രായോഗികത അനുസരിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. സോ മൈ ആൻസർ ഈസ് Jose K. Mani's no is not a categoric no. It may mean perhaps, maybe, let us see, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിരന്തരമായി UDF നേതാക്കൾ കഴിഞ്ഞ 2 മാസമായി ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. നേതാക്കളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ, ചെന്നിത്തല, വി ഡി സതീശൻ, അതുപോലെ കെ സി വേണുഗോപാൽ, എല്ലാവരും തന്നെ ജോസ് കെ മാണിയുമായും മറ്റ് നേതാക്കളുമായി MLA-മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ അനൗപചാരികമാണ്, രാഷ്ട്രീയക്കാരല്ലേ. ഇവരൊക്കെ അടിസ്ഥാനപരമായി ഈ കേരള കോൺഗ്രസ്സിന് ഒരു UDF സ്വഭാവമല്ലേ ഉണ്ടായിരുന്നത്. കാലത്തും അത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നല്ലോ കേരള കോൺഗ്രസ്.